ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് രാവിലെയും വൈകിട്ടൊക്കെ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു അപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പച്ചരി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് വെറുതെ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ കഴുകിയെടുക്കണം. ഇത് നമ്മൾ പിന്നീട് കഴുകുന്നതല്ല. അപ്പോൾ ആദ്യമേ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചരിയൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് വെള്ളം നല്ലോണം തെളിഞ്ഞ് വരുന്നത് വരയ്ക്ക് കഴുകിയെടുക്കാം. ഇപ്പോൾ അതേ പച്ചരിയൊക്കെ നല്ലോണം തന്നെ ഞാനിവിടെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അര കപ്പ് തേങ്ങ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് ചോറ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെളുത്ത അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് മട്ട അരിയുടെ ചോറാണ് എടുക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചോറ് നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു അരിയും ചോറൊക്കെ അരച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം നമ്മൾ എടുത്ത് കളയേണ്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചിട്ട് എടുക്കുന്ന സമയത്ത് വെള്ളം കുറവായാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. അരിയൊക്കെ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അരച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചിട്ടെടുത്താലും മതി. ഇത് നല്ല നൈസായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ അരച്ചിട്ടെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള അരിയും ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ മതിട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ ഈ ഒരു മാവ് നമുക്ക് ഇതേ പരുവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒത്തിരി കട്ടിയായിട്ടും വേണ്ട, എന്നാൽ നല്ല ലൂസായിട്ടും വേണ്ട. ഇഡ്ഡലി മാവിൻ്റെക്കായി കുറച്ച് ലൂസാക്കിയിട്ട് ഇത് എടുത്താൽ മതി. അപ്പോൾ ഇത്ര മതിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം എടുക്കാം. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നല്ലോണം ഇങ്ങനെ പതഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടൊന്നും വന്നിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനത്തെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കടുകിൽ വെള്ള കളറിൽ കിടക്കുന്നത് ഉഴുന്നുപരിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കടുക് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഉഴുന്നുപരിപ്പൊക്കെ മിക്സ് ആയിട്ടാണ് കേട്ടോ കിട്ടാറ്. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പോ അതല്ലെങ്കിൽ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. കൂടെ തന്നെ നമുക്ക് മീഡിയം സൈസിലുള്ള 3 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വഴറ്റിയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവത്തിൽ ആക്കിയെടുക്കണം എന്നൊന്നുമില്ല. ഇത് സവാളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ അതേ സവാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാള വഴറ്റിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ജീരകമല്ല, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതില്ലാത്ത കാരണം ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പം റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ടുള്ള അപ്പച്ചട്ടിയൊക്കെ അതേ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തിയിട്ട് എടുക്കണ പോലെ ഇത് ചെയ്യരുത്. ഇത് കുറച്ച് കനത്തിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വേവിച്ചിട്ടെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടും. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അപ്പം തന്നെയാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വെന്തിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം.
ഇത് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ആയ കാരണം ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ മറിച്ചിടാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം വേണം ഒരു മാവ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ട് നമുക്ക് വേറെ കറിയോ ചട്നിയോ ഒന്നും തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാനായിട്ടും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്